വെൽക്കം ബാക്ക് ടു എഡ്യൂവാല 2.0 +2 സേ എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡ്യൂവാല 2.0 കൊമേഴ്സ് സബ്ജക്റ്റുകളായ ബിസിനസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ക്ലാസ് എല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 days ആയി നമ്മൾ ചാപ്റ്റേഴ്സ് വൈസ് ആണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇനിയും കുട്ടികൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കുട്ടികൾ ഓൾറെഡി ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ +2 ഫെയിൽഡ് ആയ കുട്ടികളാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ലാസ്റ്റ് ചാൻസ് ആണ്. ഈ ഒരു വർഷം തന്നെ ഈ ഒരു 2024 തന്നെ പാസ് ഔട്ട് ആവാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. കാരണം 2024 നിങ്ങൾ എക്സാം എഴുതിയത്. അപ്പോൾ ആ ഒരു വർഷം ഒരു മാസം കൊണ്ട് ഒന്നും കൂടി ലാസ്റ്റ് ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സേ ബാച്ചിന് അല്ലെങ്കിൽ ഒരു സേ എക്സാമിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണണം. ലാസ്റ്റ് ഗെയിമിൽ ഒരാഴ്ച കൊണ്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഒരു 1 month ആണ് കയ്യിലുള്ളത്. ഈ 1 month നിങ്ങളോട് ഓരോ ചാപ്റ്ററിലും ഇതാണ് വരിക, ഇത് എക്സാമിന് പഠിക്കുമെന്ന് നല്ല രീതിയിൽ പറഞ്ഞ ഒരാൾ വേണ്ടേ. അങ്ങനത്തെ ഒരാളായിട്ടാണ് നമ്മൾ എഡ്യൂവാലറ്റ് നിൽക്കുന്നത്. സോ ഇതിൽ എന്താണ്, നമ്മൾ ഇതുവരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്നതായിട്ട് തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നിങ്ങളുടേതായ ഒരുപാട് റിക്വയർമെൻറ്റ്സിന് റെസ്പോണ്ട് ആയിട്ട് കുറേ കുട്ടികളായി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുക. മിസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫീൽഡാണ് 2 മാർക്കിന് 1 മാർക്കിന്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പറഞ്ഞ സബ്ജക്റ്റിൽ കുറേ ഫീൽഡ് വന്നത്? പ്രാക്ടിക്കൽസിൽ പാസ്സായാൽ പ്രാക്ടിക്കൽ 40 ഉണ്ട്. പക്ഷേ +1ലും +2ലും നമ്മൾ തിയറി എഴുതിയ എക്സാമിലാണ് നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടാവുക. എക്സാമിൽ നിങ്ങൾക്ക് 36 മാർക്ക് +1ഉം +2ഉം കൂടി ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടായിരിക്കണം. അത് മെയിൻലി ഇല്ലാത്തത് ബിസിനസ് സ്റ്റഡി പോലോ അക്കൗണ്ടൻസി പോലെയുള്ള സബ്ജക്റ്റ് അല്ല നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് കുറച്ചൊരു ടെക്നിക്ക് മനസ്സിലായി നമ്മുടേതായ ഓൺവേർഡ്സിൽ എഴുതിയാൽ നമ്മൾ പാസ്സാവും. അതേപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ പ്രോബ്ലം അറിഞ്ഞാൽ, ഇപ്പോൾ പ്രോബ്ലം അറിയാത്ത കുട്ടികളും പ്രോബ്ലത്തിനെ പറ്റി ഒരു ബേസില്ലാത്ത കുട്ടികളൊക്കെയാണ് ഫീൽഡിൻ്റെ പക്കത്ത് എത്തുക. അപ്പോൾ പ്രോബ്ലം അറിഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് എങ്ങനെയെങ്കിലും പാസ്സാവും. പക്ഷേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എക്സാക്റ്റ് അത് പഠിക്കന്നെ വേണം. പക്ഷേ ക്വാണ്ടിറ്റി കുറവ് പഠിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ C++, ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് നമ്മളെ +2ൽ C++ൻ്റെ ഒരു 3 പാഠം, അതേപോലെ തന്നെ HTML നമ്മൾ വെബ് ഡിസൈനിങ്ങും അതുപോലെ വെബ്സൈറ്റിൻ്റെ ഒക്കെ ആയിട്ട് ഒരു 4 പാഠം, അതേപോലെ SQL കുറിച്ചിട്ടൊരു പാഠം, ഏറ്റവും ലാസ്റ്റ് ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് ആണ്. കുറച്ച് നമ്മൾ സൊസൈറ്റിയിലും അതുപോലെ തന്നെ സൈബർ ക്രൈം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പാഠമാണുള്ളത്. ആ ഒരു 10-11 പാഠമുണ്ട്. ആ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ എക്സാക്റ്റ് അത് എന്താണെന്ന് പഠിക്കുന്നേ വേണം. നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൻ്റെ അതുപോലെ വേർഡ്സുകളായാൽ പോലും ടോക്കൺസും കീവേഡ്സും നമുക്ക് ഒരിക്കലും ഉണ്ടാക്കി എഴുതാൻ സാധിക്കില്ല. അതാണ് മെയിനായിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ കുട്ടികൾ ഫെയിൽ ആവുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിൽ 40 കിട്ടുന്നത് നമ്മൾ ലാസ്റ്റ് അവരെ കൊണ്ട് കുറേ ടീച്ചേഴ്സ് പ്രോഗ്രാമുകൾ ചെയ്യിപ്പിക്കും. ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് പഠിപ്പിക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ആവും നമുക്ക് വരാം. ദെൻ C മാർക്ക് നമുക്ക് ഇതേപോലെ 20 കിട്ടുന്നതും എങ്ങനെയാണ്, നമുക്ക് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്തെടുത്താൽ മതി. പക്ഷേ T മാർക്ക് കണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ പഠിക്കണം. എക്സാക്റ്റ് ഇപ്പോൾ 3 മാർക്കിനാണെങ്കിൽ 3 സെൻറ്റൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അതെന്താണ് എക്സാക്റ്റ് ഒരു സെൻറ്റൻസ് പഠിച്ചാൽ മതി. അതേപോലെ നിങ്ങൾക്ക് ഓരോ പാഠത്തിൽ നിന്നും ഇന്നത് പഠിക്കുക, നിങ്ങളെ പാസ് ഔട്ട് ആക്കി തരാം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡബിൾ പാസ് മാർക്ക് വാങ്ങാം. നമുക്ക് 60 പ്രോഗ്രാം ആയിട്ട് ഒരു 5 മാർക്ക് വരാം. ബാക്കി 55 മാർക്കും നമുക്ക് പഠിച്ചു വാങ്ങാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഓരോ പാഠവും എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ ആദ്യം എടുത്തു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരു 10-15 ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ വൈസ് തീർക്കും. ബാക്കി 10-12 ദിവസം കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പഠിക്കുക. റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരെ. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു മാറ്റമല്ല, റിപ്പീറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരിക. അതാണ് നമ്മൾ പിന്നീട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫീൽഡ് ആയ കുട്ടികളാണ്, എന്ത് ചെയ്യുന്ന അറിയാത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ 2 ദിവസം അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 ദിവസത്തിന് ശേഷമാണ് നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ആവുള്ളൂ. പെർ സബ്ജക്റ്റ് 1000 rupees ആണ്. നമ്മൾ നോർമലി സേ ബാച്ചിന് ചാർജ് ചെയ്യുന്നത് തന്നെയാണ്. പെർ സബ്ജക്റ്റ് 1000 rupees ആണ്. എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എക്സാമിന് മുന്നായിട്ട് ചാപ്റ്റർ വൈസും എക്സാം ഓറിയൻറ്റഡ് എല്ലാം കിട്ടിയിരിക്കും. നമ്മുടെ ക്ലാസ് ടൈം എന്ന് പറയുന്നത് മാക്സിമം ഈവനിങ് സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കാരണം മോർണിംഗ് സെക്ഷനിൽ നമുക്ക് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, മാത്സ് ഒക്കെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ മാക്സിമം ഈവനിങ് സെക്ഷനിൽ 1 hourലാണ് ഇൻക്ലൂഡ് ചെയ്യുക. നമുക്ക് ടൈം എല്ലാം അതാത് അഡ്മിഷൻ കഴിഞ്ഞ ഗ്രൂപ്പിൽ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യണം. ആരെങ്കിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫീൽഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇതാണ് ഇതിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. നമ്മൾ യൂട്യൂബ് പ്രൈവറ്റ് ലിങ്ക് വഴിയാണ് ക്ലാസ് എടുക്കുന്നത്. ലൈവ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് പിന്നീട് നമുക്ക് അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒപ്പം തന്നെ ലാസ്റ്റത്തെ ചാപ്റ്റർ വൈസ് നോട്ടുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫീൽഡ് ആയ കുട്ടികൾക്ക് ഒപ്പം കൂടെ നിന്ന് 1 മാസം നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. സോ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.